ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇലാസ്റ്റിക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഞാൻ കാണിച്ച് തന്നിരുന്നു. അപ്പോൾ തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡിലാണ് ഞാൻ കട്ടിങ് കാണിച്ച് തന്നിരുന്നത്. അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ സ്റ്റിച്ചിങ്ങും വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ചെറിയൊരു അബദ്ധങ്ങൾ സംഭവിച്ചു. എന്തെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസ് ഞാൻ എടുത്തിരുന്നു. ഒരുപാട് അതിൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോ ഞാൻ കറക്റ്റാക്കി തന്നെ ചെയ്തിരുന്നു. നമ്മൾ കട്ടിങ് വീഡിയോ കാണിച്ചതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോയിലും കാണിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ മൊത്തമായിട്ട് എൻ്റെ കയ്യിൽ ഡിലീറ്റ് ആയി പോയി. പിന്നെ റിക്കവർ ചെയ്യാൻ ഞാൻ കുറേ നോക്കി, പല ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് അത് ചെയ്തെടുക്കാൻ നോക്കി. പക്ഷെ ഒന്നും കിട്ടിയില്ല, സാധിച്ചില്ല. അതിൻ്റെ കുറച്ച് ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. എൻ്റെ വീഡിയോ നഷ്ടപ്പെട്ടു പോയതാണ്. ഫോൺ ഹാങ്ങായപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കി പോണതിൻ്റെ ഇടയിൽ അത് അറിയാതെ ടിക്ക് ഇട്ട് പോയി. അത് മൊത്തം ഡിലീറ്റായി പോയി. പിന്നെ റിക്കവർ ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഒക്കെ ഞാനിതിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ മുന്നേ ഇലാസ്റ്റിക് നൈറ്റിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ ഒരു ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോയി ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വീഡിയോസ് ഞാനൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം. പിന്നെ ചില ഭാഗങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് ഭാഗങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിന് നമ്മൾ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വിട്ടിരുന്നു. അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ വിട്ടിരുന്നു. ആ 2 ഇഞ്ച് നമ്മൾ ആദ്യം 1/2 ഇഞ്ച് അവിടെ മടക്കിയിട്ട് പിന്നെ നമ്മൾ എലാസ്റ്റിക് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ആ 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരുന്നല്ലോ, ആ 10 ഇഞ്ചിൻ്റെ ഒരറ്റത്ത് വെച്ച് നമ്മൾ എലാസ്റ്റിക് തയ്ച്ചു പിടിപ്പിച്ചെടുത്തു. അപ്പോൾ 1 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് വീതി എലാസ്റ്റിക് എടുക്കണേക്കര ഒന്നും കൂടി ഭംഗി. അപ്പോൾ ഞാൻ 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് 5.5 ഇഞ്ച് ലെങ്ത്തിൽ, 5 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വീതി വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 5.5 ഇഞ്ച് വീതിയിലാണ് ലെങ്ത്തിലാണ് നമ്മൾ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 10 ഇഞ്ച് നമ്മളെ നെക്ക് വീതി മാർക്ക് ചെയ്തിരുന്നല്ലോ, 5ൻ്റെ ഇരട്ടി 10 ഇഞ്ച്, അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ എലാസ്റ്റിക് വെച്ച് പിടിപ്പിച്ചെടുത്തിട്ട് നമ്മൾ മറ്റേ അറ്റം വരെ എലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് ഒന്ന് തയ്ച്ചേക്കാണ് നമ്മൾ. എന്നിട്ട് മെഡിക്ക് ടോപ്പിനൊക്കെ തയ്ക്കുന്നത് പോലെ തന്നെ ആ എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൊന്ന് നമ്മളൊരു സ്റ്റിച്ചും കൂടി വലിച്ചു പിടിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്ത് അത് നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഈ യോക്ക് ഭാഗം ഇതുപോലെ നമ്മൾ 4 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ 2 വശം ഈ ഒരു ഷോൾഡർ ഭാഗത്തേക്കും മറ്റേ വശം അങ്ങേ വശത്തേക്കും ആയിട്ടാണ് നമുക്ക് യോക്ക് പാർട്ട് വേണ്ടത്. അതിൽ ഈ 2 പീസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ 2 അറ്റവും കൂടി ക്ലോസ് ആക്കി തയ്ച്ചെടുക്കുക. നമ്മൾ 2 ലെയർ എടുത്തിട്ട് ക്ലോസ് ആക്കി 2 ഭാഗം തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ നെക്കിൻ്റെ വീതി ഒന്ന് എത്രയാണ്, നമ്മൾ 5 ഇഞ്ച് വീതിയാണല്ലോ, ആ ഒരു 5 ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ നമ്മൾ ഈ യോക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതാ ഈ യോക്ക് ഭാഗത്തിൻ്റെ അറ്റം വശത്തു കൂടെയാണ് ഒരു സ്റ്റിച്ച് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ സൂചി കുത്തി നിർത്തി കൊടുക്കുക. ആ ഒരു 1/4 ഇഞ്ചിൽ തന്നെ നമ്മൾ തയ്യൽ വളയാതെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, എന്നാലേ നമ്മൾ ഒരു തയ്യലിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. വളയാതെ കറക്റ്റാക്കിയിട്ട് ആ 1/4 ഇഞ്ചിൽ തന്നെ നമ്മൾ തയ്ച്ച് പോരുക. ഞാൻ ഇതുവരെ തയ്ച്ചെടുത്തു. അപ്പോൾ ഈ യോക്ക് ഭാഗം ഇതുപോലെ തയ്ച്ചെടുക്കുക.
അപ്പോൾ അതാ ഞാൻ ഈ ഒരു യോക്ക് ഭാഗം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മളവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ മാത്രം ഇതാ 2 സ്റ്റിച്ച്, ഒന്ന് അറ്റത്ത് കൂടെ അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇപ്പുറത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കട്ടോ. അപ്പോൾ നെക്കിൻ്റെ വീതി കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ യോക്ക് ഭാഗം തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനാണ് നമ്മൾ 4 പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങേ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ നെക്കിൻ്റെ വീതി കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഞാൻ സെൻറ്ററിൽ മാത്രമാണ് നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ടുള്ളത് കേട്ടോ. ചിലർ മൊത്തമായിട്ട് എലാസ്റ്റിക് വെക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എലാസ്റ്റിക് വെക്കുന്നവർക്ക് അങ്ങനെയും വെച്ചെടുക്കാം. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യോക്ക് ഭാഗം താഴെ ഭാഗത്തേക്ക് വെക്കട്ടോ. പ്ലീറ്റ് മറ്റേ നമ്മളെ നെറ്റിയുടെ താഴെ ഭാഗത്തേക്ക് യോക്ക് പാർട്ട് വെച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെറിയ എലാസ്റ്റിക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് യോക്ക് ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒന്ന് തെന്നാനൊക്കെ സാധ്യത ഉണ്ട് ആ ഒരു എലാസ്റ്റിക്കുള്ള ഭാഗം. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഫൂട്ടൊന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മുട്ടുസൂചി കുത്തി കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരൊറ്റ മുട്ടുസൂചി കുത്തി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനവിടെ ഒന്ന് കുത്തി നിർത്തിയിട്ട് ഒന്ന് തയ്ച്ചത്. മറ്റേ ഭാഗം ചെയ്തതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് അറ്റത്ത് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചിട്ട് ഇതിൻ്റെ അറ്റത്തും ഇതുപോലെ തയ്ച്ചെടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഒരു എലാസ്റ്റിക് നൈറ്റി നമുക്ക് ബോർഡ് നെക്കൊക്കെ വെച്ചിട്ട് തയ്ക്കണിലേറെ എത്രയോ ഈസിയാണ് നമ്മൾ എലാസ്റ്റിക് നൈറ്റി തയ്ക്കാൻ. അപ്പോൾ ഇനി വീണ്ടും ഞാനൊരു 1/4 ഇഞ്ച് വീതിക്ക് ഇപ്പുറത്ത് കൂടെ നമ്മൾ മറ്റേ യോക്ക് ഭാഗം തയ്ച്ചതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടി തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്ച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ എലാസ്റ്റിക് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാകും. നിങ്ങളിതുപോലെ എന്നിട്ട് പ്ലേറ്റഡ് നൈറ്റി തയ്ച്ചിട്ട് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ നൈറ്റിയുടെ ഉൾവശം ഇതുപോലെ നമുക്ക് കിട്ടുക. കണ്ടില്ലേ, നമ്മളെ ഇലാസ്റ്റിക് വെച്ച ഭാഗം ഇത് നമുക്ക് നല്ല വശം ഇങ്ങനെയും. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ കൈക്കുഴി കട്ട് ചെയ്യണം. അത് നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ, ആ ബാക്ക് പാർട്ട് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിയും ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കണം. അതുപോലെ തന്നെ അതൊക്കെ ശരിയാക്കി എടുക്കുക. ഷേപ്പ് ഭാഗം ഒക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതാ നെക്കിൻ്റെ ഈ ഒരു ഭാഗം കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത്, നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോന്നുണ്ടെങ്കിൽ നമ്മൾ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 5 ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൂട്ടി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 5.5 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ബാക്ക് പാർട്ട് വെച്ചെടുക്കുക. ബാക്ക് പാർട്ട് വെച്ചെടുത്തിട്ട് ബാക്ക് പാർട്ടിൻ്റെ അതേ നമ്മൾ കൈക്കുഴിയും അതുപോലെ തന്നെ രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് കൈക്കുഴി കട്ട് ചെയ്തിട്ട് ചെസ്റ്റും ഷേപ്പൊക്കെ ഈ ഒരു വീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കൈക്കൂടെ ആ ഒരു ഭാഗമൊക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബാക്ക് നെക്ക് ഞാനിതിന് ചതുരക്കഴുത്താണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ലീവും തമ്മിൽ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. 2 സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. ഒന്ന് മൂട്ടിയെടുക്കുക. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മൂട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ മൂട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നൈറ്റിയുടെ താഴെ ഭാഗം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എത്രയാണോ നമ്മൾ അടിയിൽ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ട് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന നൂലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ, മടക്കി തയ്ക്കാൻ. അല്ലെങ്കിൽ അതങ്ങനെ അതിൻ്റെ അടിയിലായിട്ട് പൊങ്ങി കിടക്കും. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു ജോയിൻറ്റ് വന്ന 2 സൈഡ് ഭാഗമൊക്കെ നൈറ്റിയുടെ തൂങ്ങി കിടക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യരുത്. നമ്മൾ കുറച്ച് കൂടുതൽ വീതിക്ക് ഇവിടെ ഒന്ന് 2 സൈഡിലും കുറച്ച് വീതി കൂട്ടിയിട്ടൊന്ന് മടക്കി തയ്ച്ചാൽ മതി. എന്നാൽ അവിടെ അത്ര തൂങ്ങി കിടക്കാതെ കിടക്കും, നല്ല ഭംഗിയിൽ തന്നെ അവിടെ കിടക്കും. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് കുറച്ച് കയറ്റിയിട്ടൊന്ന് ആദ്യം ഒന്ന് അരയിഞ്ച് മടക്കി വീണ്ടും അരയിഞ്ച് മടക്കിയിട്ട് ചുറ്റുഭാഗം തയ്ച്ച് പോരാം.
അപ്പോൾ അതാ ഞാൻ താഴെ ഭാഗം റൗണ്ടായിട്ട് മൊത്തത്തിൽ തയ്ച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇലാസ്റ്റിക് നൈറ്റി തയ്ച്ചെടുക്കാൻ. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലൊരു വള്ളി വെച്ചിട്ട് നമ്മൾ സെയിം തുണി കൊണ്ട് അല്ലെങ്കിൽ വേറൊരു തുണി കൊണ്ടൊക്കെ ഇതുപോലെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വള്ളി വെച്ചിട്ട് ബട്ടൺസൊക്കെ വെച്ചെടുത്ത് തുന്നി പിടിപ്പിച്ചെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻ്റെ ഭാഗത്ത് ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ എലാസ്റ്റിക് നൈറ്റി തയ്ച്ചതിൻ്റെ വീഡിയോസ് ഞാൻ അതിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് വെക്കട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.